ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് OCAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം സ്കൈ സ്പോർട്സിൽ OCAയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നായിരുന്നല്ലോ. അപ്പം അരുണാവ ചൗധരി, അദ്ദേഹം ഈ OCA ലെവൽ കുറേ നാളുകളായിട്ട്, ഏതാണ്ട് 1-2 ഡെക്കേഡ്സ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുമായി ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഇപ്പം OCA വിഷയം ഏറ്റവും ഉള്ളതിനേക്കാൾ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നൊരു വിഷയമാണുള്ളത്. അതിപ്പം നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസും അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സൊക്കെ മുന്നിൽ കണ്ടിട്ടാണ്. അപ്പം അരുണാവ ചൗധരിയുടെയും മറ്റ് ചില ആളുകളുടെയൊക്കെ നിലവിൽ ഈ ഒരു OCA റൂൾ വന്നു കഴിഞ്ഞാൽ പറയുന്നൊരു 11 പൊട്ടൻഷ്യൽ 11 വെച്ചിട്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ഇത് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ ഒരു ടയർ 1 ഉള്ള പ്ലേയേഴ്സ്, ടയർ 2 പ്ലേയേഴ്സ്. എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഒരു OCAയിലെ സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്നൊരു വിഷയം ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ പോസിബിളായിട്ട് വരുമെന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സൈക്കിളിലേക്ക് ഈ താരങ്ങളെയൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് നിലവിലുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെയും അല്ലെങ്കിൽ നിലവിൽ ഉള്ള OCA പ്ലേയേഴ്സിനെയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടയർ 1 ചില പ്ലേയേഴ്സുണ്ട്, ടയർ 2 ചില പ്ലേയേഴ്സുണ്ട്, എന്നാൽ ടയർ 3 ചില പ്ലേയേഴ്സിനെ നമുക്ക് വളരെ കുറച്ച് പ്ലേയേഴ്സിനെ നമുക്ക് പിക്ക് ചെയ്യാം. ബാക്കി ഒരു പകുതി നമ്മുടെ നിലവിലെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ തന്നെ പിക്ക് ചെയ്യുന്നൊരു സ്ക്വാഡും അതുപോലെ തന്നെ അതിലൊരു പൊട്ടൻഷ്യൽ 11 നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഗോൾ കീപ്പേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയുക, നമ്മുടെ ഈ നിലവിലത്തെ ISL കളിക്കുന്ന താരങ്ങളുടെ പേര് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ നെയിം ഗോൾ കീപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഗുർപ്രീത് സിംഗ് സന്ധു, അതുപോലെ ആൽബിനോ ഗോമസ്, ഋത്തിക് തിവാരി, ഈ പേരുകൾ തന്നെയാണ് പറയേണ്ടത്. ഇനി നമുക്ക് സെൻട്രൽ ബാക്സിലേക്ക് വരുന്ന സമയത്ത്, സെൻട്രൽ ബാക്സിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ എന്ന നിലയിൽ സന്ദേശ് ജിങ്കൻ ഇപ്പോഴും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയർ ആണ്. രാഹുൽ ബൈക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജിങ്കൻ ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് അദ്ദേഹം അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ അൻവർ അലി, പിന്നെ മറ്റ് OCA പ്ലെയേഴ്സ് എന്ന നിലയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ എന്ന നിലയിൽ ഡാനി ബാത്ത്, അദ്ദേഹം ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ജീസസ് ഡെൽഗാഡോ എന്ന് പറഞ്ഞിട്ടുള്ള പനാമൻ ടോപ്പ് ടയറിൽ കളിക്കുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള പ്ലെയർ ഉണ്ട്. ഇതായിരിക്കും സെൻട്രൽ ബാക്ക് നമുക്ക് കുറച്ചും കൂടി സെറ്റാക്കാൻ മികച്ചത് എന്നുള്ളതാണ് തോന്നുന്നത്. ഇനി നമുക്ക് വിങ് ബാക്സിലേക്ക് വരുന്നൊരു സമയത്ത് അഭിഷേക് മീത്ത് ISL കളിക്കുന്ന, ISL അല്ല ഇന്ത്യയിലെ ഒരു ടോപ്പ് വിങ് ബാക്ക് തന്നെയാണ്. ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൂടാതെ 3 OCA പ്ലെയേഴ്സിനാണ് ഞാൻ പറയുന്നത്. സിമ്രൻജിത്ത് സൈപ്രസ് ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ സായ് സച്ദേവ് ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ നിലവിൽ ലോണിൽ ലോവർ ടയർ പോവാണ്, കാരണം അദ്ദേഹം യങ്സ്റ്റർ ആയിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ നദാൻ ലോബോ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിലൻഡ് പ്ലെയറാണ്. അദ്ദേഹം A-ലീഗ് ക്ലബിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്, മിഡ്ഫീൽഡിലാണ് നമുക്ക് OCA പ്ലെയേഴ്സാൽ സമ്പന്നം. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഇപ്പം തരുൺ കരുവാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ MLS മിന്നി തിളങ്ങുന്ന ഒരു പെർഫോമൻസ് നടന്നത്. കൊളംബസ് FC അങ്ങനത്തെ എന്തോ ഒരു ക്ലബിലാണ്. ഒരു കിടിലൻ പ്ലെയറാണ്, കിടിലൻ പെർഫോമൻസ് തന്നെയാണ് നടന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുവിധം കാണുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം അപ്പുയാണ്, അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഒരു ഏഷ്യൻ ലെവലിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ തന്നെയാണ്. അതുപോലെ ജീവൻ ബദ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള MLS നിലവിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന നല്ലൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ ബ്രാൻഡൻ കേല ലീഗ് 1 ഇംഗ്ലീഷ് ലീഗ് 1 കളിക്കുന്ന പ്ലെയറാണ്. അതിൽ അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമുക്ക് യാന്തൻ ദ സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിൽ എപ്പോഴും നമ്മൾ ഉയർന്നു കേൾക്കുന്നൊരു പേരാണ്. പിന്നെ ഇന്ത്യൻ പ്ലെയർ എന്ന നിലയിൽ കിപ്ജൻ, അദ്ദേഹവും ഒരു ടോപ്പ് ടാലൻ്റാണ്. ഈ വർഷം അദ്ദേഹത്തിന് ISL ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കും. ഇനി നമുക്ക് ഫോർവേഡ്സ്, വിങ്ങേഴ്സ്, സെൻട്രൽ ഫോർവേഡ്സ് ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പ്ലെയേഴ്സിൻ്റെ ആവശ്യം. അവിടെ നോക്കുവാണെങ്കിൽ ഇപ്പം വിങ്ങേഴ്സ് എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ഡിലൻ മാർക്കൻ്റെ നല്ലൊരു ചോയ്സാണ്. ഇംഗ്ലീഷ് ലീഗ് 2 കളിക്കുന്ന പ്ലെയറാണ്. അത് കൂടാണ്ട് റയാൻ വില്യംസ് ഉണ്ട്, ഇപ്പോൾ ISL കളിക്കുന്ന തന്നെ ഇപ്പം പാസ്പോർട്ട് അക്വയർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൂടാതെ നമുക്ക് ഐമൻ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഈ പ്ലെയേഴ്സൊക്കെ ആയിട്ട് ഏറ്റവും കളിക്കാൻ പറ്റുന്നൊരു എലിജിബിൾ ആയിട്ടുള്ള പ്ലെയർ തന്നെ ആയിരിക്കും അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ടച്ചസും ഈ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഫോറിൻ ബോൺ ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ആൻഡ്രെ ലക്ഷ്മികാന്ത് പോർച്ചുഗീസ് ടോപ്പ് ടയറിൽ കളിക്കുന്ന വിങ്ങറാണ്. സെൻട്രൽ ഫോർവേഡ് ആയിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ സെൻട്രൽ ഫോർവേഡ്സ് എന്ന നിലയിൽ പറയുക, ഇപ്പം മൻപ്രീത് സക്രിയയുടെ പേര് പറയാം, അദ്ദേഹം ഒരു ടോപ്പ് സ്ട്രൈക്കർ തന്നെയാണ്. അത് കൂടാണ്ട് സാം ഹുണ്ടൽ ഇപ്പം കനേഡിയൻ ക്ലബ്ബിൽ കളിക്കുന്ന ഒരു താരമാണ്. ആൻഡ് ഡേവിഡ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നത്, അദ്ദേഹത്തിന് ഈ സീസണിൽ കൂടുതൽ ഗെയിം ടൈം കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ഒരു നല്ല ക്ലിനിക്കൽ സ്ട്രൈക്കർ തന്നെയാണ്. നമുക്ക് നാഷണൽ ടീമിലൊക്കെ ഇനിയെങ്കിലും ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിലിപ്പം സസാറ റാഹോ എന്ന് പറഞ്ഞിട്ടുള്ള മെക്സിക്കൻ ലീഗിൽ കളിക്കുന്ന ഉറുഗ്വൻ താരം, അതുപോലെ തന്നെ ഫെറാറിഞ്ഞോ, ഇവരൊക്കെ നല്ല പ്രൊഫൈലാണ്. പക്ഷേ ഇവരൊക്കെ അവൈലബിൾ ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വാഡിനെ കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഉണ്ട് പ്ലേയേഴ്സ്, ഇപ്പം ജോഷുവ പൈനാടത്താണെങ്കിലും ആര്യൻ റൈഹി ആണെങ്കിലും മാൽ ബെന്നിങ് ആണെങ്കിലും കൈലാൻ വിക്കേഴ്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില പ്ലേയേഴ്സും കൂടി ഉണ്ട്. അപ്പം ഞാൻ മറ്റ് പ്ലേയേഴ്സിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇവർ കുറച്ചും കൂടി ഇതിൽ
പോകുമെന്ന് പറയുന്നതാണ്. ഇതിൽ നോക്കുവാണെങ്കിലും ഒരു 50-50 ആണ്. ഇതിൽ പകുതി പ്ലേയേഴ്സ് ഇന്ത്യൻ ബോൺ, പകുതി OCA എന്ന ലെവലിൽ തന്നെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിനെ തന്നെ ഇതിൽ പിക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി എൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 നമ്മുടെ ഒരു അടുത്ത സൈക്കിളിലേക്ക് പോകുമ്പോഴത്തേക്കും എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പർ എന്ന നിലയിൽ ഞാൻ പറയും ഗുർപ്രീത് സിംഗ് സന്ധു തന്നെ. ഇനി സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡാനി ബാത്ത് ആൻഡ് അൻവർ അലി എന്നീ പേരുകൾ ഞാൻ പറയും. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പം സിമ്രൻജീത്ത്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നദാൻ ലോബോ ഓർ അഭിഷേക് മിത്ത ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സംഭവമാണുള്ളത്. മിഡ്ഫീൽഡാണ് നമുക്ക് മികച്ച താരങ്ങളെ കൊണ്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പം തരുൺ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഉപയോഗിക്കാം. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് നമുക്ക് ജീവൻ ബഡ്വാളിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് യാൻ ദന്ത, അതൊരു കിഡിലൻ മിഡ്ഫീൽഡ് കോംബോ തന്നെയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് അറ്റാക്കിലേക്ക് ഫോർവേഡ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു വിങ്ങിൽ നമുക്ക് റയാൻ വില്യംസ്, മറ്റൊരു വിങ്ങിൽ ആൻഡ്ര ലക്ഷ്മികാന്ത് ആൻഡ് സെൻട്രൽ ഫോർവേഡായിട്ട് ആരെയാണ് ഉപയോഗിക്കുക? യെസ്, മൻപ്രീത് സക്കറിയ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്വാഡിനെ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യയിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു പ്രതീക്ഷയാണുള്ളത്. എത്രയും പെട്ടെന്ന് പോസിബിളായിട്ട് വരട്ടെ, ഈ പ്ലേയേഴ്സിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ വിഷയത്തിൽ? തീർച്ചയായിട്ടും നമുക്ക്